2026 ഏപ്രിൽ 1 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. ഇന്ത്യയിൽ ഖരമാലിന്യ സംസ്കരണ ചട്ടം 2026 നിലവിൽ വന്നത് 2026 ഏപ്രിൽ 1. 2026 ഏപ്രിൽ 1 ഇന്ത്യയിൽ ഖരമാലിന്യ സംസ്കരണ ചട്ടം 2026 നിലവിൽ വന്നത്. സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് അടുത്തിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ ചീറ്റപ്പുലി ആവാസ കേന്ദ്രമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ ചീറ്റപ്പുലി ആവാസ കേന്ദ്രമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൗഡയുടെ പേരിൽ മ്യൂസിയം നിലവിൽ വരുന്നത് ഹരദനഹള്ളി. കർണാടക സംസ്ഥാനത്തിലെ ഹാസൻ ജില്ലയിലെ ഹരദനഹള്ളിയിലാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൗഡയുടെ പേരിൽ മ്യൂസിയം നിലവിൽ വരുന്നത്. ചരക്ക് ഗതാഗതത്തിന് മാത്രമായുള്ള ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് ചരക്ക് ഗതാഗതത്തിന് മാത്രമായുള്ള ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ചത്. ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ ഖരമാലിന്യ സംസ്കരണ ചട്ടം 2026 നിലവിൽ വന്നത് 2026 ഏപ്രിൽ 1. സാമ്രാട്ട് സമൃദ്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ ചീറ്റപ്പുലി ആവാസ കേന്ദ്രമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീരാംഗന ദുർഗാവതി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൗഡയുടെ പേരിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കർണാടക സംസ്ഥാനത്തെ ഹാസൻ ജില്ലയിലെ ഹരദനഹള്ളിയിലാണ്. ചരക്ക് ഗതാഗതത്തിന് മാത്രമായുള്ള ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം ജപ്പാനാണ്. ഇത്രയുമാണ് 2026 ഏപ്രിൽ 1 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.